പ്രിയപ്പെട്ടവരെ, പോസിറ്റീവ് 60 എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 25 ഇനി 19 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളൊരു വൈൻ ഇടാമെന്ന് കരുതുകയാണ്. ഞാനും വൈഫും കൂടിയാണ് ഇടുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1.5 കിലോ കറുത്തമുന്തിരി, അതിന് വേണ്ടത് 1 കിലോ പഞ്ചസാര. 1 കിലോ പഞ്ചസാര ഞങ്ങൾ യഥാർത്ഥത്തിൽ മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടെ കൂടുതലാകാം. ഒരു മുട്ടയുടെ വെള്ള, ഞുറുക്ക് ഗോതമ്പോ ഒരു 250 ഗ്രാം, 5 കുപ്പി വെള്ളം, 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇത്രയും സാധനം മതി. ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ മാത്രം രീതിയിലാണ്. മറ്റ് പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാകും. ഞങ്ങൾ കുറേ കാലമായി വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. ആദ്യം ഭരണിയിലേക്ക് മുന്തിരി ഇട്ട് ഉടയ്ക്കുകയാണ് ചെയ്യാൻ പോണത്. ഞങ്ങൾ വാങ്ങിയ മുന്തിരി മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ അരമണിക്കൂർ വീതമിട്ട് ശരിക്ക് കഴുകി അതിൻ്റെ ഈർപ്പം വലിഞ്ഞതിന് ശേഷം ആണ് ഈ വൈൻ ഇടുന്നത്. ഭരണിയിലേക്ക് കൊലയോടെയാണ് ഞങ്ങൾ ഇടുന്നത്. കൊലയോടെ ഇട്ടതിന് ശേഷം അത് ഉടയ്ക്കണം. ഇപ്പം മുന്തിരി ഭരണിയിലിട്ടു, ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു നന്നായി ഉടച്ചിട്ട് വേണം അതിനകത്തേക്ക് പഞ്ചസാരയും മറ്റ് ഐറ്റംസും ചേർക്കാൻ. മുന്തിരി വാങ്ങുമ്പോൾ ജ്യൂസ് അടിക്കുന്ന കളറുള്ള, നല്ല ബ്ലാക്ക് കളറുള്ള മുന്തിരി ആയാൽ വൈനിന് നല്ല ലുക്ക് കിട്ടും. ഞങ്ങളിപ്പോൾ ഇടാൻ വാങ്ങിയത് അത്രയും ബ്ലാക്ക് കളറുള്ളതല്ല, ഉള്ളിൽ ബ്ലാക്ക് അല്ലാത്ത ടൈപ്പാണ്. അതുകൊണ്ട് വൈൻ ഉണ്ടാക്കുമ്പോൾ കളർ കുറവായിരിക്കും. പഞ്ചസാര ഇടാൻ പോവുകയാണ്. ഞങ്ങൾക്ക് മധുരം, വൈൻ ഉണ്ടാക്കിയാൽ മധുരം കുറച്ച് മതിയുള്ളതുകൊണ്ട് ഞങ്ങൾ 700 ഗ്രാമാണ് 1 കിലോയ്ക്ക്. അതായത് 700 350, 1 കിലോ ഒരല്പം കൂടുതൽ പഞ്ചസാര ഇടുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. മുന്തിരി നന്നായിട്ട് ഉടയ്ക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് ശരിക്കും ഉടച്ചാൽ നന്നായിരിക്കും. നന്നായിട്ട് ഉടഞ്ഞെന്ന് തോന്നിയാൽ മാത്രം ഞുറുക്ക് ഗോതമ്പോ 250 ഗ്രാം ഇടുക. അത് മുന്തിരി നന്നായിട്ട് ഉടഞ്ഞു. ഞങ്ങളിപ്പോൾ ഗോതമ്പ് ഇടുകയാണ്. ഗോതമ്പിട്ട് വീണ്ടും അത് ശരിക്ക് മിക്സ് ചെയ്യുകയാണ് കൈകൊണ്ട്. അതിനുശേഷം വെള്ളം ചേർക്കാൻ പോവുകയാണ്. അയ്യോ, ഒന്ന് ചോദിച്ചേക്കാം, കയ്യിൽ പിടിക്കണം, വേണ്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ 5 കുപ്പി വെള്ളം ചേർത്തു. ഇനിയിപ്പം നമ്മൾ ചേർക്കുന്നത് ഈസ്റ്റ്. ഇനിയിപ്പം നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞങ്ങളിടുന്നത്. ഓക്കെ, ഈസ്റ്റും ഇട്ട് കഴിഞ്ഞു. ഇനി മരത്തവി വെച്ച് നന്നായിട്ട് ഇളക്കുകയാണ്. വീണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നേരെ ഇടാം, പഞ്ചസാര ഇതിനകത്തുണ്ട്. അതെ, അപ്പം പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നേരെ ഇടാം, ചൂടുവെള്ളത്തിൽ കലക്കണ്ടെന്നാണ്. ഞങ്ങളങ്ങനെ വൈൻ കുടിക്കുകയൊന്നുമില്ല. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചത്. ഇപ്പം മുട്ട ചേർക്കാൻ പോവാം. മുട്ട വൈറ്റിയോ ചേർക്കാൻ പോവുകയാണ്. അത് ലാസ്റ്റാണ്. അതും ചേർത്തു. ഞങ്ങളുണ്ടാക്കുന്ന വൈൻ്റെ രീതി അനുസരിച്ച് മൊത്തത്തിൽ 45 ദിവസമാണ് വേണ്ടത്. 21 ദിവസം കഴിയുമ്പോൾ ഇത് ഫിൽറ്റർ ചെയ്ത് വെള്ളം മാത്രം, എൻ്റെ ജ്യൂസ് മാത്രം പുറത്തെടുത്ത് വെച്ചിട്ട് കളഞ്ഞ് അതിനുശേഷം കുപ്പിയിലാക്കി കുറച്ച് മധുരം കൂടെ ചേർത്ത് വീണ്ടും 10-25 ദിവസം വെക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ മൊത്തം ഒരു 45 ദിവസം വേണം. അതുകൊണ്ടാണ് ഇപ്പോഴേ വെക്കുന്നത്. ക്രിസ്മസ് ആകുമ്പോഴത്തേന് ശരിയാവും. നാളെ മുതൽ ഒരു 3-4 ദിവസം എല്ലാ ദിവസവും മരത്തവി വെച്ച് നന്നായി ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഒരു പ്രാവശ്യം എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കുക. ഒരു 4-5 ദിവസം കഴിയുമ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പ്രിപ്പറേഷൻ ശരിയായി. ഇനിയിപ്പം ഉണങ്ങിയ കോട്ടൺ തുണി വെച്ച് പൊതിഞ്ഞ് കെട്ടി വെക്കും. അതിൻ്റെ മൗത്ത് നന്നായിട്ട് കെട്ടി വെക്കും. പ്രിപ്പറേഷന് വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ശരിയായി. ഇതാ കാണാം. ഇപ്പം നമ്മൾ മിക്സിങ് കഴിഞ്ഞു. അടപ്പ് വെച്ച് അടച്ചു. അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് വെച്ചു. അതിന് മുകളിൽ തുണി വെച്ച്, കോട്ടൺ തുണി വെച്ച് ടൈറ്റായിട്ട് കെട്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ടൈറ്റായിട്ട് കെട്ടിയാൽ നാളെ വീണ്ടും തുറന്ന് ചിരട്ടത്തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ 3-4 ദിവസം ചെയ്യുക. അതിനുശേഷം 21 ദിവസം വെയിറ്റ് ചെയ്യുക.
അപ്പോൾ നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഈ അടുത്ത 21 ദിവസം സൂക്ഷിച്ചു വെക്കുന്നത് സൂര്യപ്രകാശം കടക്കാത്ത ഇരുട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മളിത് സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ അത് ഞങ്ങൾ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ ഡോർ അടച്ചു വെക്കാവുന്ന രീതിയിൽ നമ്മുടെ കിച്ചൺ കബോർഡിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്താണ് ഇത് വെച്ചടയ്ക്കുന്നത്. അപ്പോൾ ഇരുട്ട് കയറാത്ത ഒരു സ്ഥലത്ത് വെക്കണമെന്നേ ഉള്ളൂ. നമ്മൾ മുന്തിരി വൈനിന് വേണ്ടി കെട്ടിവെച്ചിരുന്ന അത് ഊറ്റാൻ പോവുകയാണ്. ഞങ്ങളത് കെട്ടിവെച്ച് അന്ന് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും രാവിലെ ഒരു 3-4 ദിവസം ഞങ്ങൾ നന്നായിട്ട് ഇളക്കിയായിരുന്നു. പിന്നെ കെട്ടിവെച്ചതാണ്. അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ തുറക്കാൻ പോവുകയാണ്. ഇത് പഞ്ചസാര ഈ പാത്രത്തിലേക്കാണ് നമ്മൾ ഊറ്റുന്നത്. അതരിക്കുകയാണ്. അത് അകത്തെ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അരിപ്പ കൊണ്ട് അരിച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കും. അതിനുശേഷം അതിൻ്റെ വേസ്റ്റ് കളഞ്ഞ് വീണ്ടും പഞ്ചസാരയും ചേർത്ത് പഞ്ചസാര കരിച്ചതും ചേർത്ത് വീണ്ടും കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് ഫിൽറ്റർ ചെയ്തെടുത്തു. അന്ന് നമ്മൾ 5 കുപ്പി വെള്ളമാണ് ചൂടാക്കി തണുപ്പിച്ച വെള്ളമാണ് ചേർത്തത്. അതിൻ്റെ വേസ്റ്റാണിത്. ഞങ്ങൾ മുമ്പേ അരിച്ചത് വീണ്ടും ഒന്നുകൂടെ തോർത്ത് തുണിയിൽ ഒന്നുകൂടെ അരിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ തുണിയിൽ ഒന്നുകൂടെ അരിച്ച് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ തരി ഉണ്ടെങ്കിൽ അതെല്ലാം പൊക്കോളും. അരിച്ചു വെച്ച ജ്യൂസ് വീണ്ടും ഭരണയിലിട്ട് വയ്ക്കുകയാണ്. അതിനുശേഷം കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര അതും നമ്മൾ അതിലേക്ക് ഒഴിച്ച് കെട്ടിവെച്ച് പിന്നെ 21 ദിവസം കഴിഞ്ഞേ നമ്മൾ എടുക്കുള്ളൂ. ഞങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ ഭരണി കെട്ടി വെക്കുകയാണ്. ഇനി അടുത്ത 21 ദിവസത്തേക്ക് അത് തുറക്കുകയോ ഇളക്കുകയോ ഒന്നും ചെയ്യേണ്ട. 21 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള പരുവാകും. അത് അന്നേരം കുപ്പികളിലേക്ക് പകർന്നാൽ മതി. ഇതുകൊണ്ട് വീണ്ടും പഴയപോലെ തന്നെ ഇരുട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റിൽ വെക്കാൻ പോവുകയാണ്. ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഇപ്പം മച്ചുറായ വൈൻ നമ്മൾ കുപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. കുപ്പിയിലേക്ക് പകരുമ്പോൾ താഴെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഫണൽ വഴി കുപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം വൈൻ ഭരണിക്കകത്ത്. ഇപ്പം ഞങ്ങൾ ഊറ്റിയ വൈനാണ് നിങ്ങൾ കാണുന്നത്. അത് എല്ലാവർക്കും കാണാൻ വേണ്ടി വൈറ്റ് ട്രാൻസ്പെറൻ്റായ കുപ്പിക്കകത്ത് നമ്മൾ ഒഴിച്ചെന്നേ ഉള്ളൂ. വൈൻ സാധാരണ പച്ച കുപ്പിക്കകത്തോ അതുപോലെ ഡാർക്ക് കുപ്പിക്കകത്താണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇതിപ്പോൾ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വൈറ്റ് കളറിനകത്ത് എടുത്തന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കളർ കാണുന്നത്. ഇനിയിപ്പം ഞങ്ങൾ 1 വർഷം മുമ്പ് കഴിഞ്ഞ ക്രിസ്മസിന് ഉണ്ടാക്കിയ വൈൻ ഒരു കുപ്പി ഇവിടെ ഇരിപ്പുണ്ട്. അതുകൂടെ നിങ്ങളെ കാണിക്കാം. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉണ്ടാക്കിയ വൈനാണ്. അത് 1 കൊല്ലം കഴിഞ്ഞ് ഇപ്പം 1 കൊല്ലം കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയതും കൂടെ നമുക്ക് ഒഴിച്ചു നോക്കാം. ഇപ്രാവശ്യം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വൈൻ്റെ കാര്യം അറിയാമല്ലോ. പഴകും തോറും നല്ല ക്ലിയറും ആകും, അതിൻ്റെ വീര്യം കൂടുകയും ചെയ്യും. കണ്ടോ, ഇത് രണ്ടും കൂടെ കണ്ടോ,
ആണ്ട തെളിഞ്ഞിരിക്കുന്ന അത് കഴിഞ്ഞ വർഷത്തേതും ഇത് ഈ കൊല്ലത്തേതുമാണ്. ഈ കൊല്ലം ഉണ്ടാക്കിയ വൈൻ ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് മറ്റേതുപോലെ തന്നെ അടുത്ത കൊല്ലം ആകുമ്പോഴത്തേനെ അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് എത്രമാത്രം ലേറ്റായി ഉപയോഗിക്കുന്നോ അത്രയും നല്ലതാണ്. ഏതായാലും ക്രിസ്മസ് ആണല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 45 ദിവസമെങ്കിലും ഇത് മുന്തിരി റെഡിയാകുവാൻ വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞ് ഉപയോഗിക്കുന്നോ അത്രയും നല്ലതാണ്. ഈ വൈൻ ദേഹമില്ല, ഒരു പൂപ്പലോ ഒന്നുമില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുന്നു ഈ വൈൻ. ഇത് കുറേ കാലം കഴിഞ്ഞാലേ അതുപോലെ ആവുകയുള്ളൂ. അതുവരെ ഇതിങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇതിപ്പോൾ 45 ദിവസം കൊണ്ട് വൈനായി, പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലത്.